ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഹിൽ സ്പോട്ടായ നന്ദി ഹിൽസിലേക്കാണ്. അത് നമ്മുടെ സിറ്റി ലൈഫിൽ ഒത്തിരി പൊല്യൂഷനും സ്ട്രെസ്സും ഡസ്റ്റും കാണും, മൈൻഡ് ആകെ മടുത്ത് കാണും. അങ്ങനെയുള്ള സമയത്ത് വീക്കെൻഡിൽ നമുക്ക് നല്ല രീതിയിൽ വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ സ്പോട്ടാണ് ഈ നന്ദി ഹിൽസ്. ഇവിടെ വെറും ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല നമുക്ക് കാണാനായിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ ടെമ്പിൾ ഉണ്ട്, പിന്നെ ഫോർട്ട് ഉണ്ട്. ബേർഡ് വാച്ചേഴ്സിനായിട്ട് ഒത്തിരി വെറൈറ്റി ഓഫ് ബേർഡ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അഡ്വഞ്ചറസ് ആഗ്രഹിക്കുന്നവർക്ക് അഡ്വഞ്ചറസ് ആയ ഗെയിംസും കൂടിയാണ് ഉള്ളത്. അപ്പം ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ നന്ദി ഹിൽസിലേക്ക്. അപ്പം നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. ഈ ഒരു നന്ദി ഹിൽസ് ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ നോർത്തിലാണ് ഉള്ളത്. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഏകദേശം വെളിച്ചം വന്നു തുടങ്ങി ഇപ്പം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയും പെട്ടെന്ന് തന്നെ പോകാമായിരുന്നല്ലോ എന്ന്. പക്ഷേ ഈ നന്ദി ഹിൽസിലേക്ക് കയറ്റി വിടുന്ന ഒരു സമയം തന്നെ 6 മണിയാണ്. 6 മണിക്ക് ശേഷമേ അവർ കയറ്റി വിടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ടും കാര്യമില്ല. അപ്പം ആ ഒരു സമയത്തിനനുസരിച്ചിട്ടാണ് ഇപ്പം പ്ലാൻ ചെയ്ത് പോകുന്നുള്ളത്. വെളുപ്പിനെ തന്നെ നല്ല ഒരു ക്ലൈമറ്റും ഈ തണുത്ത കാറ്റും പിന്നെ ഈ ശാന്തമായ ആ ഒരു റോഡും അതിലോടിക്കാൻ ഒരു നല്ല ബൈക്കും, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട അല്ലേ. അപ്പം ഇങ്ങനെ ഒരു റൈഡ് പോയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് ഇപ്പൊ പോകുമ്പം. അപ്പം കണ്ടില്ലേ, ഏകദേശം ഒത്തിരി പേര് പോകുന്നുണ്ട് നന്ദി ഹിൽസിലേക്ക്. അപ്പം ഈ കാണുന്നവരൊക്കെ അങ്ങോട്ടേക്കാണ് പോകുന്നുള്ളത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കൂട്ടമായിരിക്കും. കാരണം നന്ദി ഹിൽസ് ഏറ്റവും ഫേമസ് തന്നെ ഈ വീക്കെൻഡ്സിലാണ്. അപ്പം അന്നൊക്കെ ഒത്തിരി ജാമാണെന്ന് കേട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. കണ്ടില്ലേ, ആ ദൂരെ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന ആ മലയാണ് നന്ദി ഹിൽസ്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടില്ല, എല്ലാ മലകളും ഇങ്ങനെ മഞ്ഞ് പൊതിഞ്ഞ് കിടപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. എന്തായാലും നമുക്ക് അവിടെ നേരെ ചെന്നിട്ട് അവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളെ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ നന്ദിയിലെ ശിവന്റെ ക്ഷേത്രം. അത് ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. ഇത് നമ്മൾ നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമുക്ക് പോയിട്ട് വരാവുന്നതാണ്. കണ്ടില്ലേ, ഇനിയും ജസ്റ്റ് ഒരു എൻട്രൻസ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇതുവഴിയാണ് നമ്മൾ മേളിലോട്ട് പോവേണ്ടത്. എൻട്രൻസിൽ തന്നെ കണ്ടില്ലേ, ഫുള്ളും ജാമായിരിക്കുകയാണ്. ഒത്തിരി ദൂരത്തേക്ക് ഈ ഒരു ജാം ഉണ്ടായിരുന്നു. ഒത്തിരി പേരാണ് വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് പോലും. അപ്പം രാവിലെ, അതായത് വെളുപ്പിനെയുള്ള ആ ഒരു സ്നോഫോൾ, അതായത് മഞ്ഞിനെ കാണാനാണ് കൂടുതൽ പേരും ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ജാം ആയിരുന്നു. അപ്പം എങ്ങനെയും അതൊക്കെ കടന്ന് ഞങ്ങളിപ്പം മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എന്താ ഒരു ക്ലൈമറ്റ് എന്ന്. ഞങ്ങളിപ്പം ടോപ്പ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരത്തേക്ക് നമ്മൾ നടന്നുകൊണ്ട് വേണം കയറി ചെല്ലാനായിട്ട്. അവിടെയാണ് നമുക്ക് മെയിൻ വ്യൂ പോയിന്റ് ഉള്ളത് കാണാനായിട്ട്. അപ്പം ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറും. ആദ്യം നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഒരാൾക്ക് 20 രൂപയും പിന്നെ 2 വീലേഴ്സിന് 50 രൂപയും പിന്നെ കാർ പാർക്കിങ്ങിന് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുമാത്രമല്ല, വ്യൂ പോയിന്റിൻ്റെ അവിടം വരെ നമുക്ക് വെഹിക്കിൾ കൊണ്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് 175 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്.
ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴി വേണം നമ്മൾ പോകാൻ. പോയ ഉടനെ റൈറ്റ് സൈഡ് വേണം നമ്മൾ കയറി ചെല്ലാനായിട്ട്. കണ്ടില്ലേ സൺറൈസ് വ്യൂ പോയിന്റ് എന്ന്. അപ്പം ഇപ്പം നമുക്ക് ആ ഒരു സൺറൈസ് കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ. കാരണം നല്ല രീതിയിൽ മഞ്ഞ് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ സൺറൈസ് കാണാൻ പറ്റുന്നത് ഡൗട്ടായിരിക്കും. എന്തായാലും ഇവിടുത്തെ ആ ഒരു മഞ്ഞ് കാണാനാണ് ഇത്രയും പേര് ഏകദേശം വരുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിൽ ചെന്ന് കാണാം. ഈ ഒരു നന്ദി ഹിൽസിലേക്ക് നമ്മൾ റോഡ് വഴി മാത്രമല്ല, ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റെപ്സ് വഴിയും കൂടി വരാവുന്നതാണ്. അതായത് 1175 സ്റ്റെപ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പം അതുവഴി വേണമെങ്കിൽ നമുക്ക് വരാവുന്നതാണ്. ഈ നന്ദി ഹിൽസിലേക്ക് വരുന്നവർ വ്യൂ പോയിന്റ്സ് കാണാൻ മാത്രമല്ല വരുന്നത്. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ടെമ്പിൾ, ടിപ്പുവിൻ്റെ ഫോർട്ട്, അഡ്വഞ്ചറസ് ആയ ഗെയിം ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. അതുമാത്രമല്ല നല്ല വെതറും ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ ബ്യൂട്ടിഫുൾ ആയ നേച്ചറും, ഇതൊക്കെയാണ് ഇവിടെ വരുന്നവരെ കൂടുതലായും ആകർഷിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമുക്ക് പാരാഗ്ലൈഡിംഗ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പം അഡ്വഞ്ചറസ് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് 2500 മുതൽ 4500 വരെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു കോസ്റ്റ് നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സും പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർക്കും കൂടി ഉള്ളതാണ്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒത്തിരി നല്ല റിലാക്സ് ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് പോകുന്ന വയലും അത്ര തന്നെ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഏറ്റവും ടോപ്പിൽ ചെന്ന് കണ്ടിട്ട് വരാം. ഏകദേശം നമ്മളിപ്പം ടോപ്പ് എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഈ ഒരു കയറ്റവും കൂടി കയറിയാൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു വ്യൂ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ കാണുന്നതാണ് ഈ ഹിൽസിന്റെ മുകളിലിരിപ്പുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം, കണ്ടില്ലേ. ഈ നന്ദി ഹിൽസ് എന്ന പേരിന്റെ ഉദ്ഭവം എങ്ങനെയാന്ന് വെച്ചാൽ, മുൻപ് ഇവിടെ ഉണ്ടായ ഈ സ്ഥലത്തിന്റെ മുഖ്യസ്ഥനായിരുന്നു ഈ നന്ദി ഹിൽസിൽ ഒരു കുഞ്ഞു കോട്ട നിർമ്മിച്ചത്. അതിനുശേഷമായിരുന്നു ഹൈദർ അലിയും പിന്നെ ടിപ്പു സുൽത്താനും കൂടി ഈ ഒരു കോട്ട കൂടുതലും വിസ്തീർണത്തിൽ നിർമ്മിച്ചത്. അതിനുശേഷം താഴെ ഒരു വലിയ ശിവക്ഷേത്രവും പിന്നെ നന്ദിയുടെ ഒരു വലിയ വിഗ്രഹവും സ്ഥാപിച്ചായിരുന്നു. അങ്ങനെ നന്ദിയുടെ ഒരു വലിയ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ആദ്യം നന്ദി ദുർഗ എന്ന പേരുകൊണ്ട് അറിയപ്പെട്ടത്. ശേഷം നന്ദി ഹിൽസ് എന്ന പേരുകൊണ്ട് കൂടുതലായും അറിയപ്പെടുന്നുള്ളത്. അപ്പം ഇവിടെ ചുറ്റും നമുക്ക് ഒരു നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ ഒരു മഞ്ഞ് മൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഈ ഒരു മഞ്ഞ് നമ്മൾ ആസ്വദിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇവിടെയും നമുക്കൊരു ശിവക്ഷേത്രം കാണാൻ പറ്റും, കണ്ടില്ലേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ്. അതെ, ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സൺറൈസ് ഒക്കെ കാണുന്നത്. പക്ഷെ ഇന്ന് നല്ല രീതിയിൽ മഞ്ഞ് മൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൺറൈസ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ല ഒരു കൂളായ വെതറാണ് കേട്ടോ. കണ്ടില്ലേ, ഒന്ന് മഞ്ഞ് നല്ല രീതിയിൽ വീഴുന്നുണ്ട്. മഴ പെയ്യുന്നത് പോലെയാണ് മഞ്ഞ് പെയ്യുന്നുള്ളത്. ഇപ്പം നല്ല ഒരു ക്ലൈമറ്റാണ്. ബാംഗ്ലൂരിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഏറ്റവും ഒരു ബെസ്റ്റായ ഒരു സ്പോട്ടാണ് ഈ കാണുന്നുള്ളത്. കണ്ടില്ലേ, ഇത്രയും നല്ല ഒരു മനോഹരമായ ഒരു വെതറാണെന്ന്. ഈ ഒരു നന്ദി ഹിൽസ് ടിപ്പുവും പിന്നെ ടിപ്പുവിൻ്റെ ഫാദറായ ഹൈദർ അലിയും സമ്മറിൽ റിലാക്സ് ചെയ്യുന്ന ഒരു സ്പോട്ടായിരുന്നു. അതുമാത്രമല്ല, ചോളരും ഹൊയ്സളരും പിന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശികള് കാര്യതന്ത്രങ്ങളെ തീരുമാനിക്കുന്നുണ്ടായ ഒരു ഭദ്രമായ കോട്ടയായിരുന്നു ഈ കാണുന്ന നന്ദി ഹിൽസ്. മഞ്ഞ് വീണ് നമുക്ക് ഒരു സ്ഥലമൊക്കെ ഫുള്ള് വെള്ളമാണ്. അതെ, നമ്മൾ ഏറ്റവും ടോപ്പിലാണല്ലോ നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റിന് നല്ല ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം മഞ്ഞിലൊക്കെ നല്ല രീതിയിലൊന്ന് കളിച്ച് എൻജോയ് ചെയ്തായിരുന്നു. ഈ കാണുന്നതാണ് ടിപ്പു ഡ്രോപ്പ്. അതെ, നന്ദി ഹിൽസിലെ ഏറ്റവും ഫേമസ് ആയ ഒരു വ്യൂ പോയിന്റിൽ ഒന്നാണ് ഈ ടിപ്പു ഡ്രോപ്പ്. അത്രയും ഡേഞ്ചറസ് ആയ ഒരു സ്പോട്ടും കൂടിയാണ്. ഇപ്പൊ നല്ല രീതിയിൽ മഞ്ഞ് മൂടിയിട്ടുള്ളത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു ഹൈറ്റിലുള്ള ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്.
അതായത് ടിപ്പുവിൻ്റെ സാമ്രാജ്യ സമയത്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ടായ കൈദികളെയൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു താഴോട്ടേക്കിട്ട് അവർക്ക് മരണശിക്ഷ വിധിക്കുന്നുണ്ടായത്. അതുകൊണ്ടാണ് ഈ ഒരു സ്പോട്ട് അത്രയ്ക്കും ഫേമസ് ആയ ഒരു ടിപ്പു ഡ്രോപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ടിപ്പു ഡ്രോപ്പ് ഒക്കെ കണ്ടതിന് ശേഷം പയ്യെ ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഒരു ചുരുമുറിയും കൂടി കണ്ടത്. അപ്പോൾ ഈ ഒരു തണുത്ത വെതറിന് പറ്റിയ ഒരു നല്ല എരിവുള്ള ചുരുമുറിയൊക്കെ കഴിച്ചുകൊണ്ട് പയ്യെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഒരു കാര്യം കൂടി കണ്ടത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ നന്ദി ഹിൽസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവർ നൽകിയിട്ടുള്ളത്. അപ്പം ഇവിടെ ഏതൊക്കെ ബേർഡ്സ് ആണ് കാണാൻ പറ്റുന്നതെന്നും പിന്നെ ഈ നന്ദി ഹിൽസ് എന്ന പേര് എങ്ങനെ വന്നു, ഈ നന്ദി ഹിൽസിന്റെ കംപ്ലീറ്റ് ജിയോഗ്രഫി, അതായത് ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ലൊക്കേഷൻ, പിന്നെ ഈ ടോട്ടൽ 90 ഏക്കർ വിസ്തീർണം, അതായത് 90 ഏക്കർ വിസ്തീർണത്തിലാണ് ഈ ഒരു നന്ദി ഹിൽസ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇവിടുത്തെ ആ ഒരു ഫോർട്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു നന്ദി ഹിൽസ് കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ നന്ദി ഹിൽസിന്റെ ഒരു കംപ്ലീറ്റ് മാപ്പാണ് കാണാൻ പറ്റുന്നത്. അതായത് എവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ആയ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവരിവിടെ നൽകിയിട്ടുള്ളത്. അർഗാവതി റിവർ, വ്യൂ പോയിന്റ്, ടിപ്പു ഡ്രോപ്പ്, എൻട്രൻസ് എന്ന എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു മാപ്പിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇവിടുത്തെ സ്ഥലമൊക്കെ പയ്യെ കണ്ടോണ്ട് പോകുമ്പോഴായിരുന്നു ഈ കാണുന്ന ആളെ പരിചയപ്പെട്ടത്. കണ്ടില്ലേ, ആർക്കും കാണാതെ പയ്യെ പമ്മി നടക്കുമായിരുന്നു. അപ്പം ദൂരെ നിന്ന് ആരോ ഒരാൾ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയോണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഈ കാണുന്നതാണ് കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന പ്ലേ ഏരിയ. അതെ, കുട്ടികളൊക്കെ വന്നാലും നല്ല രീതിയിലൊന്ന് കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ നന്ദി ഹിൽസിൽ നമുക്ക് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് നടത്താവുന്നതാണ്. പക്ഷെ ഈ നന്ദി ഹിൽസ് അതോറിറ്റിയിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ പെർമിഷൻ എടുത്തിരിക്കണം. അതായത് ഒരു 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്ത് ഷൂട്ട് നമുക്ക് നടത്താവുന്നതാണ്. ഇവിടെയും നല്ല ഒരു കാഴ്ച കാണാനുള്ള ഒരു സ്പോട്ടാണ്. കണ്ടില്ലേ, എല്ലാവരും നിന്ന് കാണുവാണ്. അങ്ങനെ എന്താ ഉള്ളതെന്ന് നമുക്കും ചെന്ന് കാണാം. ഇവിടെ ഓരോ മരത്തിലും ഇങ്ങനെയുള്ള ഒരു ടാഗ് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന മരത്തിന്റെ ഒറിജിന് സൗത്ത് യൂറോപ്പാണ്. ഇങ്ങനെ ഓരോ മരത്തിലും അതിന്റെ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയ സ്പോട്ടാണ്. അതെ, നന്ദി ഹിൽസിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ കാണുന്നുള്ളത്. ഈ ഒരു വെതറും പിന്നെ ഈ ക്ലൈമറ്റും ഈ നന്ദി ഹിൽസിന്റെ മൊത്തം ഭംഗിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, എത്ര ഒരു ശാന്തമായ ഒരു നേച്ചർ ആണെന്ന്. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടും കൂടിയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, എത്ര നല്ല ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഈ കാണുന്നവിടെ പർട്ടിക്കുലർ ആയിട്ടും. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി വെറൈറ്റി ഓഫ് ഫോട്ടോഷൂട്ട് നടത്താവുന്നതാണ്. അപ്പം ബാംഗ്ലൂരിന്റെ ചുറ്റുവട്ടത്ത് നല്ല ഒരു ബ്യൂട്ടിഫുൾ നേച്ചറിന്റെ ഇടയിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ബെസ്റ്റ് ആയിരിക്കും. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ നമ്മൾ കാണുമെങ്കിൽ ചുറ്റും ഒരു നല്ല ഒരു ഗ്രീനറിയാണ് നമുക്ക്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നമ്മൾ അലോൺ ആയിട്ടാണ് കൂടുതൽ കൂടുതൽ കപ്പിൾസ് ആണ് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇവിടെ ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പൊ നമ്മൾ ഏകദേശം തിരിച്ച് താഴോട്ട് എത്തിയിട്ടുണ്ട്. ഈ നന്ദി ഹിൽസിലേക്ക് വരണമെന്നുള്ളവർ ബസ്സിൽ വേണമെങ്കിൽ വരാവുന്നതാണ്. അതെ, മെജസ്റ്റിക്കിൽ നിന്ന് 2 ബസ്സസ് ആണ് ഡയറക്റ്റ് നന്ദി ഹിൽസ് വരെ ഉള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ബസ്സിന്റെ കറക്റ്റ് ടൈമിങ്സ് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് വരാൻ. അപ്പം കണ്ടില്ലേ, സമയം ഇപ്പം ഏകദേശം ഒരു 10 മണി ആയി കാണും. എന്നാൽ പോലും എന്തേരം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ നന്ദിയുടെ അമ്പലത്തിലേക്കാണ്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് നന്ദീശ്വരന്റെ അമ്പലം. ഇവിടെ നമുക്ക് വലിയൊരു നന്ദീനെയാണ് കാണാൻ പറ്റുന്നത്. കണിവേ ബസവണ്ണ എന്നാണ് ഇവിടെ ഈ ഒരു നന്ദി അറിയപ്പെടുന്നത്.
ഈ നന്ദിക്ക് ഒരു കഥയും കൂടിയുണ്ട്. അതെ, ഈ നന്ദി എന്ന് എഴുന്നേറ്റ് നിൽക്കുമോ അന്നായിരിക്കും ഈ ലോകം അവസാനിക്കുന്നത് എന്നതാണ് ഒരു വിശ്വാസം. എന്തായാലും അടുത്തൊന്നും എഴുന്നേക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നല്ല എരുകൂട്ടി ഇവിടുത്തെ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിപ്പം തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നല്ലൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുമാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.